ഹലോ, ഞാൻ അമല. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസിൻ്റെ വീഡിയോ. നമുക്ക് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇത് നമ്മളുടെ വീട്ടിലുള്ള അമ്പരങ്ങയാണ്. ഇത് നമുക്കാണെങ്കിൽ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്ത് അച്ചാറിടാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പുളിയും മധുരവും കൂടി ചേർന്ന ഒരു വെറൈറ്റി അമ്പരങ്ങയാണ്. ഇത് നമ്മളുടെ അടുത്ത കുക്കുമ്പറാണ്. ഇതിപ്പം നേരത്തെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ശരിക്കും ഉണ്ടാകും. ഇപ്പോൾ ലാസ്റ്റായി ഈ കുക്കുമ്പറിൻ്റെ ഈ ഒരു സീസൺ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നും നിൽക്കുന്നത്. നേരത്തെ നല്ല വലിയ കുക്കുമ്പറൊക്കെ കിട്ടുമായിരുന്നു. അടുത്ത ഇത് നമ്മളുടെ കോളിഫ്ലവറാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിനകത്ത് പൂവ് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്, എണ്ണിനകത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ പ്രാണികളൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയല്ലേ വെച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അടുത്ത ഇത് നമ്മളുടെ ചോളമാണ്. നമ്മളുടെ കോളിഫ്ലവറിന് അടുത്തായിട്ട് നമ്മളിങ്ങനെ നേരത്തെ നട്ടു വെച്ചേക്കുവാണ് കേട്ടോ. അടുത്ത് നമ്മളുടെ ഇത് ക്യാബേജാണ്. ഇതിപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ട്രൈ ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇല്ലാതെ നേരത്തെ പണ്ടൊരു വട്ടം ചെയ്ത് നോക്കി, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ലായിരുന്നു. പക്ഷേ ഈ വട്ടം നമ്മൾ ഈ ഒരു സംഭവം വിളിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതില്ലാതെ നമ്മൾ അന്ന് ചെയ്തപ്പം നല്ല രീതിയിൽ ഇടില്ല, പക്ഷെ ഇപ്പോൾ ഇത് ഇട്ടിട്ട് ചെയ്യുമ്പം നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ തക്കാളിയാണ്. ഇതിപ്പോൾ ഈയിടയ്ക്ക് വെച്ചതേ ഉള്ളൂ ഇതിൻ്റെ തൈകൾ. നമ്മളിത് ഇവിടെ സീഡിട്ട് നമ്മൾ ഒരു ഷെഡിൽ സീഡിട്ടിട്ട് കിളിപ്പിച്ച് തൈ ആക്കുന്നത് ഇവിടെ കൊണ്ട് നടുവാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ മയിൽപ്പീലി ചീര എന്ന് പറയുന്ന ചീരയാണ്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ചെറിയൊരു തൈമ ഉണ്ട്, അതിന് ചുറ്റിനും നട്ടേക്കുവാണ്. ഇതിവിടെ വെച്ചേക്കുന്നത് ഇത് നമ്മളുടെ ചോളത്തിൻ്റെ തൈയാണ്. ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന തൈ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നട്ടിരുന്നതാണ് കേട്ടോ. അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്തൊക്കെ കിട്ടുന്ന കെയിലെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഏലച്ചെടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലെറ്റ്യൂസും ഉണ്ട്. ഇത് നമ്മളുടെ കൂർവയാണ് കേട്ടോ, കൂവ. ഇത് കൂവയാണ് കേട്ടോ, കൂർവയല്ല, സോറി. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു കവറിനകത്ത് നമ്മളുടെ അരിയൊക്കെ വാങ്ങുന്ന ചാക്കിനകത്ത് നട്ട് വെച്ചേക്കുവാണ് ഇഞ്ചി. ഇതിവിടെ പടർന്ന് കിടക്കുന്നത് കൂർക്കയാണ് കേട്ടോ. ഇത് നമ്മളുടെ ലാസ്റ്റായിട്ടുള്ള ബെജ്ജിമുളകാണ് കേട്ടോ. അതിപ്പോൾ ഒരെണ്ണം കൂടി ഉള്ളു, ബാക്കിയെല്ലാം നമ്മൾ പറിച്ചായിരുന്നു നേരത്തെ തന്നെ. ഇത് നമ്മൾ നോർമലായിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ, നീണ്ടുള്ള. ഇനിയിപ്പോൾ 2-3 എണ്ണമൊക്കെ പഴുത്തു പോയി. ഇത് നമ്മളുടെ പിങ്ക് കളറിലെ വെണ്ടയാണ്. ഇപ്പം കൂടുതലും ഇവിടെ പിങ്ക് കളറിലെ വെണ്ടയാണുള്ളത്. ഇത് നല്ല നീളത്തിൽ വരുന്ന ഒരു വെറൈറ്റി വഴുതനങ്ങയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തുള്ളത് ഉരുണ്ട് വരുന്ന വഴുതനങ്ങയാണ്. പക്ഷേ അതിപ്പം കായ ഉണ്ടായിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്നു, അത് പറിച്ചു. ഇത് നമ്മളുടെ അമരപ്പയറാണ് കേട്ടോ. അപ്പം ഇവിടെ ഗ്രോ ബാഗിൽ നിന്ന് മുകളിലോട്ട് പടർത്തി കൊടുത്തേക്കുവാണ് കേട്ടോ. ഇത് മഹക്കോട്ടദേവൻ എന്ന് പറയുന്ന അവിടെ ഷുഗറൊക്കെ കുറയ്ക്കുന്ന ഒരു ഫ്രൂട്ട് പോലത്തെ സാധനമുണ്ട്. ഇത് ഉണക്കിയിട്ട് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് കുടിക്കുക. ഇതിപ്പോൾ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമ്മളുടെ നോർമൽ കാന്താരിയാണ് കേട്ടോ. ഇത് നമ്മളുടെ കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇത് നമ്മൾ അവിടെ മഹാക്കോട്ടദേവയുടെ ചെടി കാണിച്ചില്ലേ, അതിനകത്ത് കായില്ലായിരുന്നു, പക്ഷേ ഇത് വേറൊരു തൈയാണ്. ഇതിനകത്തിപ്പം 2-3 കായുണ്ട്. ഇത് ഇനിയും ഇത്തിരി കൂടി ഒരു ഡാർക്ക് റെഡ് ആകുമ്പോൾ ഇതിൻ്റെ പഴവുമാകും. നമുക്കിത് എടുത്തിട്ട് ഉണക്കി വെള്ളത്തിനകത്തിട്ട് കുടിക്കാം. ഇത് നമ്മളുടെ നെല്ലിക്കയാണ് കേട്ടോ. ഇതിപ്പം 2-3 ഇടത്തൊക്കെ പിടിച്ചു തന്നുണ്ട്. ആദ്യമായിട്ടാണ് നമുക്കിപ്പം ഇത് ഉണ്ടായിരുന്നത്. ഇതിനിപ്പം നമ്മൾ ബക്കറ്റിലാണ് നട്ടേക്കുന്നത്. ഇതിനെ മാറ്റി നടണം തറയിലോട്ട്. ഇനി ഇവിടെ കുറച്ച് കോവയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത് കോവയ്ക്കയാണ്.